അച്ചു, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മോളെ. ആ ഓ, വെൽക്കം മൈ ഡിയറസ്റ്റ്. താങ്ക് യു. സേതു, താനങ്ങ് ചെറുപ്പമായി പോയല്ലോ. പക്ഷേ എനിക്ക് 60 വയസ്സായെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് മാത്രം. ഓ, ശരി ശരി. ആഘോഷം എവിടം വരെയായി? ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റായ അംബിക ചേച്ചി ഇല്ലാതെ എന്ത് ആഘോഷം? നിജുമാവ. ഓ, അപ്പൊ എന്നെ കാത്തിരിക്കായിരുന്നോ? പിന്നല്ലാതെ. സ്നേഹേ, സന്ദീപേ, എല്ലാരും കണ്ടിട്ട് എത്ര നാളായി? ആ സച്ചി, ആദ്യം തന്നെ ഞാനൊരു സോറി പറയാ. മன்னிച്ചിട്ടപ്പാ. സോറിയോ? എന്തിന്? നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിച്ചില്ലല്ലോ. അതിന്റെ ഒരു കുറവ് നികത്താനാ ഞാൻ ഇന്നിവിടെ എത്തിയത്. അല്ല, അർച്ചന എവിടെ? സേതു പറഞ്ഞ് നന്നായിട്ടറിയാം സച്ചിയുടെ ഭാഗ്യമായ അച്ചു എന്ന അർച്ചനെ. സച്ചിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, നെല്ലിശ്ശേരിയുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ. അവന്തിക എന്താ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ മാറി നിന്നത്? ഏയ്, അംബികാന്റെ കണ്ടതിലുള്ളൊരു എക്സൈറ്റ്മെന്റിൽ അങ്ങ് നിന്നു പോയതാ. ഓ, വരൂ. മാഡം, ഞങ്ങള് പരിചയപ്പെട്ടില്ലല്ലോ. അർച്ചനയുടെ ഫാമിലിയാ. ഓ, ഞാൻ മീര, അച്ഛന്റെ നാത്തൂന്. ആ, ഇത് അനുപേട്ടൻ, അച്ഛന്റെ ഏട്ടനാ. ഞാൻ കമല, അച്ഛന്റെ അമ്മ. ആ, അത് ദയാനന്ദ മാഷ്. ഇത് ആതിര. അപ്പൊ എന്റെ പേരോ? എന്റെ പേര് ആവണിക്കുട്ടി. എല്ലാവരും അറിയോ? പിന്നെ എല്ലാവരെയും കുറിച്ച് സേതു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ? ഇനി വൈകിക്കണ്ട. നമുക്ക് നമ്മുടെ സേതുവിന്റെ 60ാം പിറന്നാൾ സെലിബ്രേഷൻ കേക്ക് മുറിച്ച് തുടങ്ങാം. വാ അനുവേ, വാ അതേക്കോ. അന്നാട്ടെ, എന്റെ പേര് മാത്രം എന്താ അവര് പറയാതിരുന്ന്? എന്നെ കണ്ണി പിടിച്ചില്ലേ? ഇല്ലായിരിക്കും. നിങ്ങളുടെ ആദർശമൊന്നും എനിക്കറിയണ്ട. എനിക്ക് അവരെ കാണണം. അർച്ചന മേഡത്തെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അവർ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? ഇല്ല, എനിക്കറിയാം നിങ്ങൾ നുണ പറയുകയാണെന്ന്. നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. ഒന്ന് പറയട്ടെ. മാഡം, ഒരു മിനിറ്റ്. മാഡം, അവരോട് എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. അർച്ചന മേഡത്തെ കണ്ടിട്ടേ പോകുന്നുള്ള വാശിയില് ആ പ്രവീണ. ഇനി എന്ത് ചെയ്യും? വഴിയുണ്ട്. സ്നേഹ, ഒന്നിങ്ങി വന്നേ. എന്താ? ഒരു കാര്യമുണ്ടോ? ഒന്നിങ്ങി വന്നേ.
മോളെ സ്നേഹ, ആ മാനേജർ വിജയുടെ ഭാര്യ അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുക. അവൾക്ക് അർച്ചനെ കാണണമെന്ന്. എന്തിന്? വേറെന്തിനാ? അയാളുടെ കള്ളത്തരം കണ്ടുപിടിച്ചതും അയാളെ ജോലിന്ന് പറഞ്ഞു വിട്ടതും ആര് കാരണമാ? അർച്ചന. അർച്ചനയോടുള്ള വിരോധം തീർക്കാനാ അവള് വന്നിരിക്കുന്നത്. മോള് ചെന്ന് അവരോട് പറ അർച്ചന ഇവിടെ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ പിന്നെ അവര് വെറുതെ നമ്മുടെയും അർച്ചനയുടെ ഒക്കെ സന്തോഷം ഇല്ലാതാക്കും. ചെല്ലു മോളെ. സ്നേഹമെല്ലാം കുളമാക്കൂ. ഏയ് ഇല്ല, സന്ദീപും സ്നേഹയും കൂടി അവളെ ആട്ടി ഓടിച്ചോളൂ. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എനിക്ക് അർച്ചന മാഡത്തിനെ ഒന്ന് കണ്ടാ മതി പ്ലീസ്. നിങ്ങൾ വേഗം പോവാൻ നോക്ക്. എനിക്ക് അർച്ചന മാഡത്തിനെ കാണണം, കണ്ടേ പറ്റൂ. അർച്ചന എടുത്ത് ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേ, ഇനി ഇവിടെ നിന്ന് എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ ജയിലിൽ കിടത്തും ഞാൻ. വേഗം പോവാൻ നോക്ക്. ഞാൻ പോവുക, പക്ഷേ അത് പോലീസിനെ പട്ടാളത്തിനെ പേടിച്ചിട്ടല്ല. എന്തായാലും ഞാനൊരു ദിവസം അർച്ചന മാഡത്തിനെ കാണും. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവരോട് പറയും. എനിക്കറിയാം, ഞാൻ പറയുന്നത് കേട്ടു നിൽക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. അവർക്ക് മാത്രമേ ഈ വീട്ടിൽ മനസാക്ഷിയുള്ളൂ. താങ്ക് യു അമ്പിളി. ഇവിടെ വരാനും ഈ ആഘോഷത്തിലൊക്കെ പങ്കുചേരാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘായുസോടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കാൻ സേതുവിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അംബിക ചേച്ചി. ചേച്ചി പറഞ്ഞ ഈശ്വരാനുഗ്രഹത്തിൽ ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പില്ല ഞാൻ. എന്തത്? ഒരു പേരക്കുട്ടി. ഏ? ഓ, ഞാൻ അക്കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. സച്ചിയുടെ അർച്ചനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായില്ലേ? എന്താ ഇതുവരെ വിശേഷമൊന്നും ആവാത്തത്? നിങ്ങൾക്ക് രണ്ടാൾക്കും സേതുവിനൊരു മുത്തശ്ശനാക്കാനുള്ള പ്ലാനൊന്നും ഇല്ലേ? മക്കള് വേണ്ടെന്ന് അവര് തീരുമാനിച്ചതാവും അല്ലേ അനുപേട്ട? അർച്ചനയും സച്ചിയും നെല്ലിശ്ശേരിക്കൊരു അനന്തരാവകാശിയെ തരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അച്ഛന്റെ ആഗ്രഹം എന്താണെന്ന് രണ്ടുപേരും കേട്ടല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം സേതുവിന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും. അതെ, അതിനി ഒരുപാട് വൈകിക്കണ്ട കേട്ടോ. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു എന്നല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ലല്ലോ. അവന്തിയെ ഒന്ന് വന്നേ. അതൊക്കെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കേണ്ടതല്ലേ? കുറച്ച് കഴിഞ്ഞു മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ സച്ചി?
എന്താ അവന്തിക ഞങ്ങളെ കേൾക്കുന്നത്? സേതുവേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ചുവിന്റെ ഒരു അമ്മയാവാൻ കഴിയില്ലെന്നുള്ള കാര്യം സേതുവേട്ടന് അറിയില്ലേ? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സേതുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ചുവിന്റെ കാര്യം അവന്തിക്ക് സച്ചിയോടും സേതുവിനോടും പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇത്ര നാളായിട്ടും പറഞ്ഞിട്ടില്ലേ? കല്യാണം നടക്കുന്ന മുമ്പ് പറഞ്ഞു എന്നല്ലേ അവന്തിക പറഞ്ഞത്? എല്ലാം അറിഞ്ഞു സേതു സമ്മതിച്ചെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞിരുന്നത്? എന്നിട്ടിപ്പോ? പക്ഷേ കല്യാണം നടന്നത് വളരെ പെട്ടെന്നായിരുന്നല്ലോ. തന്നെയുമല്ല, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇന്നോ നാളെയോ എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോഴാ ഈ ആലോചന വന്നതും. സച്ചിയുടെ വിവാഹം എത്രയും വേഗം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച അച്ഛനോട് ഞാൻ എങ്ങനെ ഇക്കാര്യം അവതരിപ്പിക്കും? ഇനി അഥവാ അച്ഛനും സച്ചിയും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ പോലെ നല്ലൊരു കുട്ടിയെ ഈ കുടുംബത്തിന് നഷ്ടമായേനെ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയതാ. മോളെ, അച്ചുവിൽ നിന്ന് ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ച് തീ തിന്നാൻ തുടങ്ങിയിട്ട് നാളൊരുപാടായി. അവളിതറിയുമ്പോ ആലോചിക്കാൻ വയ്യ. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. അർച്ചനയുടെ നന്മ മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അർച്ചന ഈ വീട്ടിലെ മരുമകളായി വന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഇല്ലല്ലോ. അതല്ല. ഇനി അഥവാ അർച്ചന ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്ന് എല്ലാരും തിരിച്ചറിഞ്ഞാൽ തന്നെ അർച്ചനയ്ക്കും എല്ലാവർക്കും അത് വിഷമാവും. എന്നാലും ആ വിഷമം 1-2 ദിവസത്തേക്കേ കാണൂ. 3 തലമുറയ്ക്ക് കഴിയാനുള്ള ആസ്തിയുള്ള കുടുംബമാ നെല്ലിശ്ശേരി. എല്ലാം മറന്നൊരു കുട്ടിയെ ദത്തെടുക്കാന്ന് തീരുമാനമെടുത്താ സച്ചി അതിനൊപ്പേ നിൽക്കൂ. അത്രയ്ക്ക് അവൻ ഇഷ്ടം അർച്ചനെ. അർച്ചനെ കൈവിട്ടിട്ട് അവനൊരു ജീവിതം ഉണ്ടാവില്ല. ഞാൻ കാണുന്നതല്ലേ അവൻ അവളോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. ഹലോ ദിവ്യ, ഞാൻ നിന്നെ വിളിച്ചതല്ലേ, എന്നിട്ട് നീ വന്നില്ലല്ലോ. ഏട്ടത്തിക്ക് ഒരുപാട് ആഭരണങ്ങളൊന്നും അണിഞ്ഞു നടക്കുന്ന ഇഷ്ടമല്ല. അതായിരിക്കും നെക്ലസ് ഒക്കെ ഊരി വെച്ചത് അല്ലേ ഏട്ടത്തി? അർച്ചനയുടെ സ്വഭാവം പോലെ തന്നെ സിമ്പിൾ ആൻഡ് ഹംബിൾ. എന്നാലും ആ നെക്ലസ് ഇപ്പൊ അഴിച്ചു വെക്കേണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻ കഴിയുന്നവരെ അത് ഇടാമായിരുന്നു. ഇതിനിടയ്ക്ക് നീ അത് എവിടെ ഊരി വെച്ചു? ഓ, എന്താഘോഷം! കേക്ക് മുറിച്ചു. ഞാനൊന്നിന് മുന്നിൽ കയറി നിന്നില്ലെന്നേ. ഇത് അച്ഛൻ്റെ മാലയല്ലേ, കൊണ്ടു കൊടുക്കാം. ഞാൻ പിന്നെ വിളിക്കടി. ഓക്കെ. ഇവിടെ വെച്ച നെക്ലസ് എവിടെ? ആന്റി ഇതവിടെ മറന്നു വെച്ചു അല്ലേ? ഞാനാ കണ്ടുപിടിച്ചത്. ദാ ഈ അച്ഛനിക്ക് ഒരു ശ്രദ്ധയുമില്ല. മോളെ, ആ ആഭരണത്തിന്റെ മൂല്യം അതിന്റെ വിലയേക്കാൾ വലുതാണെന്ന് നിനക്കറിയാലോ. അപ്പൊ അത് എവിടെയെങ്കിലും വെച്ച് മറക്കാൻ കൊള്ളാവോ? സാരമില്ല, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സച്ചി, നീ തന്നെ അത് അവളുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്ക്. സച്ചിക്ക് എന്തോ ഒരു നാണം പോലെ. അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യേ. ആ, അപ്പൊ അങ്ങനെ ഒരു റീമാരേജ് ഫംഗ്ഷൻ കൂടെ ഇവിടെ നടക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. സച്ചിടാ കേട്ടിക്കോ.
മോളെ സേതു പേടിക്കണ്ട. സേതുവിന്റെ ആഗ്രഹം പൂവണിഞ്ഞു. ഇത് വേറൊന്നുമല്ല, അർച്ചനയ്ക്ക് വിശേഷമായി. അതായി വോമിറ്റിംഗ്. വിശേഷം എന്ന് വെച്ചാ അച്ചു ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞാവ ഉണ്ടെന്ന്. മോളെ ഇങ്ങോട്ട് ഇരുത്ത്. അച്ഛന്റെ 60ാം പിറന്നാൾ സമ്മാനമായി നെല്ലിശ്ശേരി തറവാടിന് ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. സേതു ഹാപ്പിയല്ലേ? ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. അച്ചു മോളെ, കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ആഗ്രഹം ഈശ്വരൻ കേട്ടു. മാഷെ, ഞാനൊരു മുത്തശ്ശനാകാൻ പോവാ. ഓ, സ്വീറ്റോ? ഇവിടെ കൊടുക്ക്. അച്ഛാ, സ്വീറ്റ്സ് കൊടുക്ക്. ഏട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. ഓ, ഇനിയിപ്പോ നേരത്തെ അണിയിക്കാൻ വേണ്ടിയിരുന്ന നെക്ലസ് ഇല്ലേ, അതിങ്ങട്ടേക്ക്. എണീറ്റ് മോളെ, ഇങ്ങോട്ട് വാ. വാ 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 മോളെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇതൊക്കെ നേരാണോ? അച്ഛന് വിശേഷമുണ്ടോ? എന്റെ ഭഗവതി, നോക്കി നിൽക്കാതെ മാറിയിട്ട് കൊടുക്ക സച്ചിയേട്ടാ. എന്തായാലും സന്തോഷത്തിന് മേലെ സന്തോഷമായി ഇന്ന്. അച്ഛൻ ഒന്നിനി റെസ്റ്റ് എടുക്കട്ടെ. സച്ചി, നീ അച്ഛനെ കൂട്ടി റൂമിലേക്ക് വയ്ക്കോ മോളെ. ചെല്ലേ. ആ, ഹലോ, രണ്ടാളും അവിടെയൊന്നും നിന്നേ. ഞാൻ ഉടനെ തന്നെ ഇറങ്ങുക. ഇനി ഈ വീട്ടിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും, നിങ്ങളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്. കുഞ്ഞിനിടാൻ വേണ്ടി നല്ലൊരു പേരും കൂടി കണ്ടുപിടിച്ചിട്ട് ഞാൻ വരൂ കേട്ടോ. രണ്ടാളും എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അർച്ചന എടുത്ത് റൂമിൽ കൊണ്ടുപോയി ആക്ക് സച്ചേട്ടാ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ വന്നതിനും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിനും നന്ദി എന്നല്ലേ പറയാൻ വന്നേ. നമ്മള് തമ്മില് എന്തിനാ അങ്ങനെ ഒരു ഫോർമാലിറ്റി? അതൊന്നും വേണ്ട. അപ്പൊ ഓക്കെ, ബൈ. കാണാം. അവന്തി, എന്റെ മോളെ
എനിക്കൊന്ന് സന്തോഷത്തോടെ നോക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം കണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുക ഞങ്ങള്. ഒരുപക്ഷെ ഈ വീട്ടിൽ എന്റെ മോള് വന്ന് കയറിയതിന്റെ ഐശ്വര്യമായിരിക്കും ഇതൊക്കെ. സച്ചിയപ്പനൊരു മരുമോനെ കിട്ടിയത് ഈശ്വരന്റെ കടാക്ഷമായിട്ട് ഞങ്ങൾ കരുതുന്നുള്ളൂ. ആ ഈശ്വരൻ ഓരോ അത്ഭുതങ്ങളെ കാണിച്ച് ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീരുവല്ലേ?